ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ കെട്ടുന്ന ടൈപ്പിലുള്ള ഒരു ക്രോപ്പ് ടോപ്പാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് സ്കേർട്ടിൻ്റെ കൂടെ യൂസ് ചെയ്യാം. സ്കേർട്ടിൻ്റെ കൂടെ യൂസ് ചെയ്യുമ്പം ഉള്ളിലൊരു ഇന്നർ ഇടണം. അല്ലെങ്കിൽ നമ്മൾ സ്ലീവ്, ഫുൾ സ്ലീവോ ഹാഫ് സ്ലീവോ എത്രയാണോ നമുക്ക് സ്ലീവ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടൊരു ഫുൾ ഡ്രസ്സ് തയ്ക്കണം. എന്നിട്ട് അതിൻ്റെ മേലെയായിട്ടാണ് ഇതിടാൻ വേണ്ടത്. കാരണം ഇതിൻ്റെ സൈഡ് ഓപ്പൺ ആയിട്ടായിരിക്കും. ഒരു സ്റ്റൈലിഷ് ഡ്രസ്സാണ്. വളരെ സിമ്പിളാണ് ചെയ്യാൻ, ആർക്കും ചെയ്യാൻ പറ്റും. അധികം ടൈം വേണ്ട, അധികം മെറ്റീരിയൽ വേണ്ട. നമ്മളെ കയ്യിലുള്ള ഷോളോ അങ്ങനത്തെ ഇതൊക്കെ കൊണ്ട് നമ്മൾ ആദ്യം ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നല്ല മെറ്റീരിയലിലേക്ക് നീങ്ങുക. മെറ്റീരിയൽസ് നമ്മൾ ഒരു ഒഴുക്കൻ ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ടാവുമല്ലോ, കുറച്ച് ഹെവി ആയിട്ടുള്ള ഡയമണ്ട് ജോർജറ്റ് ഒക്കെ പോലുള്ള അതുപോലത്തെ ഇതാക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഞാൻ ആദ്യം പേപ്പറിൻ്റെ അകത്ത് കാണിച്ചു തരാം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് രണ്ടാമത് ഫോൾഡ് ചെയ്ത്, അതായത് 4 ഫോൾഡിൽ ഇങ്ങനെ തന്നെ മേലോട്ടും താഴോട്ടും തന്നെ ആണ് കേട്ടോ. 2 പീസസ് ആവരുത്, സിംഗിൾ പീസിന് ഇങ്ങനെ 4 ഫോൾഡ് ആക്കുകയാണ് വേണ്ടത് കേട്ടോ. എന്നിട്ട് നമ്മളുടെ ഈ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത്, ലെങ്ത്തും വിടുത്തും നമ്മൾ 18 ഇഞ്ചാണ് എടുക്കുന്നത്. അതായത് ഒരു ടീനേജ് കുട്ടികൾ, 12-13 വയസ്സൊക്കെ കുട്ടികൾക്ക്, അധികം വണ്ണമൊന്നുമില്ലാത്ത കുട്ടികൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവായിരിക്കും ഇത്. അപ്പം ലെങ്ത്തും വിടുത്തും 4 ഫോൾഡിൽ 18 ഇഞ്ച്. പിന്നെ ഇനി വണ്ണം കൂടുന്ന ആളുകളാണെങ്കിൽ അതിനനുസരിച്ചിട്ട് 20 22 കൂട്ടിയെടുക്കുക. പിന്നെ നെക്ക് നമ്മൾ എടുക്കുന്നത് വിടുത്തും ലെങ്ത്തും ഫ്രണ്ടും ബാക്കും ഒക്കെ ഒരേപോലെ 3.5 എടുക്കുന്നത്. ഒരൊറ്റ റൗണ്ടിൽ കട്ട് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളുടെ ഈ ഫോൾഡിങ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 12 ഇഞ്ച് എടുക്കുക. ഞാൻ പേപ്പറിൻ്റെ അകത്തും തുണിയിലുള്ള അളവ് തന്നെയാണ് പറയുന്നത്, നിങ്ങൾക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് 12 ഇഞ്ചാണ് ഈ ഫോൾഡിങ് സൈഡിൽ നിന്ന് അങ്ങോട്ടേക്ക് എടുത്തിട്ടുള്ളത്. ആ ഭാഗത്തു നിന്ന് മേലോട്ടേക്ക് ഒരു 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. വളരെ എളുപ്പമാണ് കേട്ടോ. ബിഗിനേഴ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ അടുത്തുള്ള പഴയ ഷോള് പോലെയുള്ള സംഗതികൾ കൊണ്ടൊക്കെ ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ട് ഈ ഒരു നമ്മൾ നെക്ക് അടയാളപ്പെടുത്തി അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ലെങ്ത്ത് നമ്മൾ നോക്കുക, ടാപ്പിൽ നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ 18 നിന്ന് 3.5 കഴിച്ചിട്ട് ബാക്കി 14 ഉണ്ടാവും. അത് ഈ ഒരു പോയിന്റിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും നമ്മൾ അംബ്രല്ല സ്കേർട്ടിന് അടയാളപ്പെടുത്തുന്ന പോലെ ഇങ്ങനെ നെക്കിൻ്റെ അവിടെ പിടിച്ച് ഇങ്ങനെ ടാപ്പ് പിടിച്ച് അടയാളപ്പെടുത്തിയിട്ടാകുമ്പം ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പം ഈ നെക്ക് ഇവിടെ കട്ട് ചെയ്യാനും ഈ ഒരു ഭാഗത്ത് കട്ട് ചെയ്യാനും മാത്രമേ പിന്നെ നമുക്ക് ഉള്ളൂ. ആകെ 2 സ്ഥലത്തേ കട്ടിങ് ഉള്ളൂ. അപ്പം ഞാൻ മനസ്സിലായില്ലേ? മൊത്തം ലെങ്ത്തും വിടുത്തും 18 ഇഞ്ച്, നെക്ക് 3.5 ഇഞ്ച്, ഈ താഴെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 12, അവിടെ നിന്ന് മേലോട്ടേക്ക് ഒരു 6. എന്നിട്ട് ഈ നെക്കിൻ്റെ അവിടെ ഇങ്ങനെ ഷേപ്പ് ഇവിടെ ടാപ്പ് പിടിക്കുക. എന്നിട്ട് അവിടെ നിന്ന് എൻഡിലേക്കുള്ള അതേ മെഷർമെൻറ്റ് ചുറ്റിലും ഇങ്ങനെ ഇവിടുന്ന് തുടങ്ങി ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തുക. ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ആ പോയിന്റുകൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ്, അതായത് നമ്മൾ അംബ്രല്ല സ്കേർട്ടിന് അടയാളപ്പെടുത്തി വരയ്ക്കുന്ന പോലെ തന്നെ കേട്ടോ. ഇനി നമ്മൾ ക്ലോത്തിലേക്ക് നീങ്ങാം. 4 ഫോൾഡിൽ 18 ഇഞ്ച് ലെങ്ത്തും 18 ഇഞ്ച് വിടുത്തുമായിട്ടാണ് ക്ലോത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലേക്ക് പോയിട്ട് നിങ്ങൾ വീഡിയോ തുടർന്ന് കാണാം. സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, 18 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്തും വിടുത്തും വരുന്നത്. ഇതിപ്പോൾ ഞാൻ പ്രിൻറ്റഡ് ക്രേപ്പാണ് എടുത്തിട്ടുള്ളത്. ക്രേപ്പിനെക്കാളും നന്നാവും. നമ്മളെ നിത പോലുള്ള വെയിറ്റുള്ള ക്ലോത്ത് ഇല്ലേ, അതൊക്കെ ചെയ്തിട്ടാകുമ്പോൾ നല്ല റയോണിലൊക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ 3.5 ഇഞ്ചാണ് ലെങ്ത്തും വിടുത്തും നെക്കിന് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോൾഡിങ് സൈഡിൽ നിന്ന് ഈ അറ്റത്തേക്ക്, ഫോൾഡിങ് സൈഡിൽ നിന്ന് ഈ ഭാഗത്തേക്ക് എടുത്ത അളവ് കണ്ടില്ലേ, 12 ഇഞ്ച്. അവിടെ നിന്ന് മേലോട്ടേക്ക് ആ 12 ഇഞ്ചിൻ്റെ പോയിന്റിൽ നിന്ന് മേലോട്ടേക്ക് 6 ഇഞ്ച്. അപ്പോൾ വാട്സപ്പ് ക്ലാസ്സിലുള്ള സ്റ്റുഡൻസൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞു പോയ സ്റ്റുഡൻസും ഇപ്പോൾ ലൈവിൽ ഉള്ളതും ഒക്കെ. നമ്മളുടെ നെക്സ്റ്റ് ബാച്ച് ജൂലൈ 5-ലാണ് ആരംഭിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ നെക്ക് അടയാളപ്പെടുത്തിയ ആ പോയിന്റിൽ നിന്ന് ഇങ്ങനെ കേവ് ഷേപ്പിൽ ഇങ്ങനെ വരയ്ക്കുക. പോയിന്റ് അടയാളപ്പെടുത്തുന്ന പറഞ്ഞല്ലോ, അംബ്രല്ല സ്കേർട്ടിന് അടയാളപ്പെടുത്തുന്നത് പോലെ നെക്കിൻ്റെ അവിടെ നിന്ന് പോയിന്റുകൾ പിടിച്ച് അതിന് തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഷേപ്പ് കിട്ടും. ഈ 2 ഭാഗത്തുള്ള കട്ടിങ്ങോടുകൂടി നമ്മളുടെ ഇത് കഴിഞ്ഞു. 2 ഭാഗം കട്ട് ചെയ്ത് കണ്ടല്ലേ, ഈ ഒരു ഷേപ്പിലേക്കാണ് കട്ട് ചെയ്തിട്ടാകുമ്പം ക്ലോത്തിന് കാണാൻ പറ്റുക കേട്ടോ. ഇതിനി പറഞ്ഞല്ലോ, തടി കൂടുന്നതിനനുസരിച്ച് ഇത് മെലിഞ്ഞ ആൾക്ക് പറ്റുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളൊരു ക്രോസ് പീസ് വേണം നമുക്ക്. നെക്ക് റൗണ്ടിൽ നമ്മൾ ചെയ്തത്
അതിന് പിന്നെ വെച്ച് തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലെങ്ത്തിൽ 1 ഇഞ്ച് വീതിയിൽ 1.25 ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഒരു 4 ഇഞ്ച് വീതിയും 60 ഇഞ്ച് ലെങ്ത്തുള്ള 2 പീസ് കൂടി നമുക്ക് വേണം. അത് നമ്മുടെ ടോപ്പിന് കെട്ട് കണ്ടില്ലേ, ഫ്രണ്ടിൽ ആദ്യം തന്നെ വീഡിയോയിൽ കണ്ടപ്പോൾ മനസ്സിലായി ഇതിനൊരു കെട്ടുണ്ടെന്നുള്ള. ആ കെട്ടിന് വേണ്ടിയിട്ടുള്ള പീസാണിത്. 4 ഇഞ്ച് വിടുത്തും 60 ഇഞ്ച് ലെങ്ത്തുമാണ് ഇതിന് എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ 2 പീസാണ് കേട്ടോ. ഇത് ഞാൻ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ലെങ്ത്ത് ഫുള്ള് കാണാത്തത്. ഉള്ളിൽ പിന്നെ 30 ഇഞ്ചാണ് ഇപ്പം നിങ്ങൾ കാണുന്ന ലെങ്ത്ത്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്, കണ്ടല്ലേ. അപ്പം ആ ഒരു പീസുമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ കട്ട് ചെയ്ത ക്ലോത്തിന് നമ്മൾ നിവർത്തി വെച്ചാൽ ഈ ഒരു ഷേപ്പാണ് ഉണ്ടാവുക. ഈ ഒരു ഷേപ്പിലുള്ളതിന് നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ആ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച്, ഇനി ബിഗിനേഴ്സിനാണെങ്കിൽ 1.5 ഇഞ്ചിലും എടുക്കാം കേട്ടോ. ക്രോസ് പീസ് കട്ട് ചെയ്ത് ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത് നെക്കിന് ഇങ്ങനെ ടാപ്പ് പിടിച്ച് നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ട് നല്ല വശം ചേർത്ത് നെക്കിന് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ ചുറ്റും തയ്ച്ചെടുക്കുക. ഈ ഒരു അളവിൽ നെക്ക് കട്ട് ചെയ്ത് 3.5 നെക്ക് കട്ട് ചെയ്താൽ 25 ഇഞ്ച് ലെങ്ത്തിലുള്ള പീസ് മതിയാവും. ഫുള്ളും തയ്ച്ചെടുത്തിട്ട് അതിനെ ഒന്നിങ്ങനെ മറിച്ച് ആ പീസിൻ്റെ മേലെ കൂടി ഒരു പ്രസ് അടി അടിച്ച് എന്നിട്ട് ഒന്നുകൂടി ഫോൾഡ് ചെയ്തിട്ട് തയ്ച്ച് കഴിഞ്ഞാൽ നെക്കിൻ്റെ പണി നമുക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ ഇങ്ങനെ വെച്ച് തയ്ക്കുമ്പം ഉണ്ടല്ലേ, 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഫുള്ളായിട്ട് തയ്ച്ച് ആദ്യം തയ്ക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്യണം കേട്ടോ, എന്നാലും ഈ എൻഡ് നമുക്ക് വൃത്തിയായിട്ട് വരുള്ളൂ. എന്നിട്ട് തയ്ച്ച് എൻഡിലേക്ക് എത്തുമ്പം ആ ഫോൾഡ് ചെയ്ത് തന്നെ മേലേക്ക് കൂടി വേണം അതിൻ്റെ എൻഡിങ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ തിരിച്ചെടുക്കുന്ന സമയത്ത് ഒരു സൈഡ് ഫോൾഡിങ് സൈഡ് ഉണ്ടാവും. ആ വെക്കുന്ന ഭാഗമാണ് തുടക്കത്തിൽ ഭാഗമാണ് ചെറിയതായിട്ട് 1/4 ഇഞ്ചിൽ ഫോൾഡ് ചെയ്ത് തയ്ക്കുക. ആ തയ്യൽ കഴിഞ്ഞതിന് ശേഷം ഇതാകണ്ടല്ലേ നമ്മൾ തയ്ച്ച് പിടിപ്പിച്ച പീസില്ലേ, ആ പീസിൻ്റെ മേലേക്ക് കൂടി ഒരു പ്രസ് അടിയാണ് നമ്മൾ കൊടുക്കുന്നത്. പ്രസ് അടി കഴിഞ്ഞു. എന്നിട്ട് ബാക്കിയുള്ള പീസിനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇനി ഇപ്പുറത്തും ഒരു പ്രസ് അടി എടുത്തു കഴിഞ്ഞാൽ നെക്ക് നല്ല ഫിനിഷായി. ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്യുമ്പം ഇങ്ങനെ തന്നെ ചെയ്താലും മതി. പിന്നെ ബിഗിനേഴ്സ് ക്രോസ് പീസ് കട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ വാട്സപ്പ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇനി വേറെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റിലേക്ക് കൂടി നിങ്ങൾ ചോദിക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ സ്ലീവിൻ്റെ 2 ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ പിന്നെ റോൾ ഹെം ഫൂട്ട് ഇട്ടിട്ടാണ് ചെയ്യണത്. കണ്ടില്ലേ, സ്റ്റിച്ചൊക്കെ ചെറുതാക്കിയിട്ടുണ്ട്, ഫൂട്ട് മാറ്റിയിട്ടുണ്ട്. റോൾ ഹെമ്മിങ് ഫൂട്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ 3 ഫൂട്ടിനെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. പല വീഡിയോസിലും കൊടുക്കാറുണ്ട്, എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതൊന്ന് പോയി ചെക്ക് ചെയ്യുക. എൻ്റെ വിശദമായിട്ടുള്ള 3 ഫൂട്ടിനെ പറ്റിയിട്ട് വിശദമായിട്ട് ഞാൻ അതിൽ പറയുന്നുണ്ട്. എന്നിട്ടാ സിഗ്സാഗ് സ്റ്റിച്ചാണ് കേട്ടോ റോൾ ഹെമ്മിങ്ങിന് ചെയ്യുന്നത്. അല്ലാത്ത സിഗ്സാഗ് അല്ലാത്ത സ്റ്റിച്ചിലും റോൾ ഇത് ചെയ്യാം കേട്ടോ. അത് നമ്മൾ നേരിയതാക്കിയിട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തിട്ട് ചെയ്യാൻ പറ്റും. റോൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഭംഗിയെന്ന് മാത്രം. കംപ്ലീറ്റ് ആയിട്ട് 2 സൈഡും അങ്ങനെ ചെയ്യുക. ഇതിന് മടക്കി തയ്ക്കൽ കുറച്ച് റിസ്ക് ആണ് കേട്ടോ, കാരണം പല ഷേപ്പിലല്ലേ സ്ലീവിൻ്റെ ഭാഗം വരുന്നത്. അതുകൊണ്ടാണ് ഇനി ലേസൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒന്ന് നല്ല വശത്തേക്ക് ചെറുതാക്കി ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ലേസ് കൊടുത്താൽ മതി. താഴെ ഭാഗത്തു നിന്ന് ഈ അറ്റത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 8 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ നമ്മളൊരു 1 ഇഞ്ച് ഫോൾഡിലുള്ള ഒരു ഫ്രില്ല് കൊടുക്കാം. അവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും താഴെ ഫ്രണ്ടും ബാക്കും അതേപോലെ തന്നെ കേട്ടോ. സംഗതി മനസ്സിലായോ? ഈ ഒരു എൻഡിൽ നിന്ന് അതായത് ലെഫ്റ്റ് റൈറ്റും ഈ ഒരു എൻഡിൽ നിന്ന് 8 ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഇങ്ങനെ അടയാളപ്പെടുത്തി എന്നിട്ട് അടയാളത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് അതായത് നമ്മൾ ടെക്ക് ഇടൂലേ അതേപോലെ മാത്രം. ഓക്കെ, അതെന്ന് വെച്ചാൽ ഡ്രസ്സിൻ്റെ അരഭാഗത്തിന് ഒന്നൊരു ഒതുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ 60 ഇഞ്ച് ലെങ്ത്തും 4 ഇഞ്ച് വീതിയിലും എടുത്ത ക്ലോത്തില്ലേ, പീസ് 2 കട്ട് ചെയ്ത് വെച്ചില്ലായിരുന്നോ, അതിനെ എടുത്തിട്ട് അതിൻ്റെ നല്ല വശം ചേർത്ത് കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് വെക്കുക. കറക്റ്റ് സെൻറ്റർ അടയാളപ്പെടുത്തി ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ടാണുള്ളത്. ഇവിടെയാണ് സെൻറ്റർ വരുന്നത്. അപ്പം ഇതിൻ്റെ നല്ല വശമാണ് ശരിക്ക് ഇതിൻ്റെ ഇങ്ങനെ നല്ല വശം ചേർത്ത് ഇങ്ങനെ അങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കുക.
രണ്ട് സൈഡും കറക്റ്റാക്കിയിട്ട് ബീഗേഴ്സ് നന്നായിട്ട് പിന്നൊക്കെ കുത്തിയിട്ട് ചെയ്യുക. നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ആകെ ശ്രദ്ധിക്കാനുള്ളത് ഫോൾഡിലുള്ള മെഷർമെൻറ്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ പിന്നും ചെയ്ത് വെച്ചിട്ടാണ് ഇതിനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ക്ലോത്തോട് കൂടിയിട്ടുള്ള ഭാഗത്ത് ഒരു സ്റ്റൈലും മറ്റേ ഭാഗത്ത് ഫോൾഡിങ് സ്റ്റൈലും ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഈ എൻഡിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മളുടെ ഈ ഒരു എൻഡ് വരെ വെച്ചിട്ട് രണ്ട് സൈഡും ലോക്ക് ചെയ്തിട്ട് തന്നെ തുടങ്ങണം. എന്നിട്ട് ഇവിടെ എത്തിയതിന് ശേഷം അവിടെ ലോക്ക് ആക്കിയതിന് ശേഷം പിന്നെ ക്ലോത്തിനെ നമ്മൾ ബാക്കിയുള്ള ക്ലോത്തിനെ അങ്ങനെ ഫോൾഡ് ചെയ്യണം. നല്ല വശം ചേർത്ത് ഫോൾഡ് ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. ഇങ്ങനെ ഈ ഭാഗത്തേക്ക് എന്നിട്ട് ആ എൻഡ് നമുക്കൊരു കോൺ ഷേപ്പ് പോലെ വരണമല്ലോ, അപ്പോഴല്ലേ ആ സാധനത്തിന് ഭംഗി ഉണ്ടാവുക, ടൈക്ക് ഭംഗി ഉണ്ടാവുള്ളൂ. ഈ എൻഡും അതേപോലെ തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ തന്നെ നമ്മൾ ബോഡി ക്ലോത്തായിട്ട് ടച്ച് ചെയ്ത് അതേ തയ്യൽ തുമ്പ് തന്നെ ഇപ്പുറത്തേക്കും പോവുക. ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പിലേക്ക് കൊടുക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഇങ്ങനെ വന്ന് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സാണ്, നല്ല ഫാഷൻ ഡ്രസ്സാണ്. ഉള്ളിലൊരു ഇന്നർ ഇടണമെന്ന് മാത്രം, കാരണം സൈഡൊക്കെ ഓപ്പൺ ആയിരിക്കും. പിന്നെ ടീനേജ് കുട്ടികൾക്ക് വെറൈറ്റി സ്റ്റൈല് താല്പര്യമായിരിക്കുമല്ലോ, അതിന് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് മെലിഞ്ഞിട്ടുള്ള ഒരു 12 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ പറ്റുന്ന ഒരളവാണ്. പിന്നെ അതിനേക്കാളും വണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മളതിൻ്റെ വിടുത്ത് കൂട്ടിയെടുക്കുക. ലെങ്ത്തിൽ ഒരുപാട് വ്യത്യാസം വരുത്താൻ പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക. പക്ഷേ ഇതിൻ്റെ കെട്ടെപ്പോഴും ഇതിൻ്റെ യോക്കിൻ്റെ അവിടെ വരുന്നത് തന്നെയാണ് ഭംഗി. ഇനി നമ്മൾ പിന്നുകൾ നമ്മൾ ടെക്കിൻ്റെ അല്ല പ്ലീറ്റ്സിൻ്റെ അവിടെ പിന്ന് കുത്തി കൊടുത്ത് അത് ഓരോ പിന്നും അഴിച്ച് അത് കംപ്ലീറ്റ് ആക്കി അങ്ങോട്ടേക്ക് മുന്നോട്ട് പോവുക. മനസ്സിലായില്ലേ? ചെറിയ കുട്ടികൾക്കും ചെയ്യാം കേട്ടോ. അവരുടെ പിന്നെ ലെങ്ത്തും വിടുത്തൊക്കെ നമ്മൾ കറക്റ്റ് എടുത്തിട്ട് ചെയ്യുക. അതിന് നമ്മൾ തന്നെ ഓരോ കുട്ടികൾക്കും അനുസരിച്ചിട്ടുള്ള മെഷർമെൻറ്റ് നമ്മൾ തന്നെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണേ. ലോക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ നിർത്തിയിട്ട് പിന്നെ അടുത്തത് ഇനി പ്രഷർ ഫുട്ട് പൊക്കിയിട്ട് ക്ലോത്തിനെ കണ്ടില്ലേ ഉള്ളിലേക്കാണ് ഫോൾഡ് ചെയ്യുന്നത്. അതായത് നല്ല വശം ചേർത്താണ് ഫോൾഡ് ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കുക. ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റാക്കി വെച്ച് കൊടുത്ത് പിന്നെ പ്രഷർ ഫുട്ട് താഴ്ത്തി സ്റ്റിച്ച് മുന്നോട്ടേക്ക് പോവുക. കണ്ടില്ലേ? നല്ല ക്ലിയർ ആവുന്നുണ്ടല്ലോ. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക, ക്ലിയർ ആക്കി തരാം. പിന്നെ വാട്സപ്പ് ക്ലാസ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, നെക്സ്റ്റ് ബാച്ച് ജൂലൈ 5-നാണ് ആരംഭിക്കുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് ലാസ്റ്റ് എത്തുന്ന സമയത്ത് ആ ഒരു ഷേപ്പ് ചെയ്യുന്നത് അവിടെ ഒന്ന് കുത്തി നിർത്തിക്കളി. ഒന്ന് നിർത്തിയതിന് ശേഷം ലേശം ഒന്ന് ചെരിക്കുക. എന്നിട്ട് ഈ കോണിലേക്ക് കണ്ടി വരുന്ന സമയത്ത് നമ്മൾ ആ എൻഡ് ആ ഒരു ഷേപ്പ് ആകുമ്പോഴാണല്ലോ ഭംഗി ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ചൊരു എക്സ്ട്രാ ക്ലോത്ത് വന്ന് ആ ഭാഗത്തിന് ഒന്ന് കട്ട് ചെയ്ത് തയ്യൽ തുമ്പ് മാത്രമാക്കി കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളതിനെ ഇങ്ങനെ ഒരു പെൻസിൽ എന്തെങ്കിലും പെന്നോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ നല്ല വശം പുറത്തേക്ക് കിട്ടും. അത് ഈ സമയത്ത് തന്നെ എടുക്കുക കേട്ടോ. 2 വശം തയ്ച്ച് കഴിഞ്ഞ ശേഷം ഇങ്ങനെ അങ്ങോട്ടേക്ക് എടുക്കുക. മറ്റേ സൈഡും അതേപോലെ തന്നെ ആക്കിയെടുത്താൽ മതി. നമ്മളിതേപോലത്തെ ടൈ ഉണ്ടാക്കുന്നത് ഞാൻ മുന്നേ ഒരു വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗം രണ്ട് സൈഡും അതായത് 4 ഭാഗം പീസിനും 4 സൈഡിലും ആയിട്ടുണ്ടാവും അങ്ങനത്തെ ചെയ്യാൻ. എന്നിട്ട് നമ്മൾ ആ തയ്ച്ചതിൻ്റെ നേരത്തെ തയ്ച്ച് വെച്ചില്ലേ പീസ് ക്ലോത്ത് ആയിട്ട് തയ്ച്ച് വെച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നല്ല വശം ഇതിപ്പം നമ്മൾ തയ്യൽ തുമ്പ് ഉള്ളിലേക്കാവുന്ന വിധത്തിൽ നിന്ന് നല്ല വശത്തിന് നമ്മൾ കറക്റ്റാക്കി വെച്ച് കൊടുക്കണം. നമ്മൾ നേരത്തെ നല്ല വശത്താണല്ലോ ഇതിൻ്റെ വൃത്തി കാണേണ്ടത്. അപ്പം അതിന് ലെവലാക്കി കൊടുത്തുകൊണ്ട് തയ്യൽ തുമ്പ് അധികം വരാത്ത വിധത്തിൽ തന്നെ ഇതങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രസ്സിൻ്റെ പണി കഴിഞ്ഞു. ഫ്രണ്ടിലും ബാക്കിലും ഇതേപോലെ തന്നെ ഉള്ളിലേക്ക് തയ്യൽ തുമ്പുള്ളിലേക്കാക്കി വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ടക്കിനൊക്കെ വൃത്തിയിൽ തന്നെ നമ്മൾ ആ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തില്ലേ 2 സൈഡും ഓരോ പ്ലീറ്റ്സ്, അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ ഒരു മെത്തേഡിലാണ് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ 2 സൈഡും ഓപ്പൺ ഉണ്ടാവുക. ഈ ഒരു കെട്ട് മാത്രമാണ് ഇതിൻ്റെ ഒരു ബലം. അതുകൊണ്ടാണ് ഞാൻ ഉള്ളിലൊരു ഇന്നർ വേണമെന്ന് പറഞ്ഞത്.
ഇപ്പോൾ ഫുള്ളായിട്ടുള്ള ഡ്രസ്സ് ഇതിപ്പം പിന്നെ നല്ല ഒഴുക്കൻ ക്ലോത്തിലാവുക, താഴേക്കുള്ള ഡ്രസ്സും ഒതുങ്ങി നിൽക്കുന്നതാകുമ്പോഴാണ് അതിൻ്റെ ഭംഗി. ഇതിൻ്റെ പിന്നെ വേറെ ഡമ്മിക്ക് വേറെ ചെയ്തിട്ടുള്ള ആ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ താഴെ ഭാഗം കണ്ട, അതായത് മെലിഞ്ഞ ആളുകൾക്കാണ് ഇത് കൂടുതൽ ഭംഗി. കണ്ട ഇത്രയും മെലിഞ്ഞിട്ടില്ല, ഇതിനിട്ടപ്പോൾ നല്ലൊരു ഭംഗിയില്ലേ. അതേപോലെ പ്രിൻറ്റഡ് ക്ലോത്ത്, ടോപ്പ് പ്രിൻറ്റഡ് ആണെങ്കിൽ പാൻറ്റ് താഴേക്കുള്ളത് പ്ലെയിൻ ആക്കുക, അങ്ങനെ ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ വാട്സപ്പ് ക്ലാസ്സിൽ താല്പര്യമുള്ളവർക്ക് ഇൻസ്റ്റ വഴി മെസ്സേജ് അയച്ചിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം തുടങ്ങി കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ ഒരു പ്രയാസമായിരിക്കുമല്ലോ, എന്താ എനിക്ക് കിട്ടില്ലേ എന്നുള്ള ആ ഒരു പ്രയാസം ഉണ്ടാവുമല്ലോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണാം നല്ലൊരു വീഡിയോയിൽ കൂടി. ബൈ. അസ്സലാമു അലൈക്കും.